ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള ആനയോട്ടത്തിൽ ഗോകുൽ ജേതാവായി, കൊമ്പൻ ഗോകുൽ ജേതാവായി. ഇത് മൂന്നാമത്തെ തവണയാണ് ഗോകുൽ ജേതാവാകുന്നത്. 16 ആനകളാണ് ആനയോട്ടത്തിൽ പങ്കെടുത്തത്. ഗുരുവായൂർ അമ്പലത്തിലെ ക്ഷേത്രോത്സവത്തോട് അനുബന്ധിച്ചുള്ള പ്രത്യേക ചടങ്ങായിട്ടാണ് ഗുരുവായൂർ ആനയോട്ടം സംഘടിപ്പിക്കുന്നത്. ഉത്സവകാലത്ത് ഭഗവാന്റെ സ്വർണ്ണത്തിറമ്പ് എഴുന്നള്ളിക്കുന്നതിനുള്ള ആനയെ ഇങ്ങനെയാണ് തിരഞ്ഞെടുക്കുക. ക്ഷേത്രത്തിൻ്റെ കിഴക്കുള്ള മഞ്ജുലാൽ പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന ആനയോട്ടം അമ്പലത്തിൻ്റെ ഉള്ളിൽ 7 പ്രദക്ഷിണത്തോടെ അവസാനിക്കുന്നു. ആദ്യം ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരം കടക്കുന്ന ആനയെയാണ് വിജയായിട്ട് പ്രഖ്യാപിക്കുക. ഇതിൻ്റെ ഐതിഹ്യം എങ്ങനെയാണ്? ഗുരുവായൂർ അമ്പലത്തിൽ ആനയില്ലാതിരുന്ന കാലത്ത് ഉത്സവ എഴുന്നള്ളിപ്പിന് കൊടുങ്ങല്ലൂരിലെ തൃക്കണാമതിലകം ശിവക്ഷേത്രത്തിൽ നിന്ന് ആനകളെ കൊണ്ടുവരുമായിരുന്നു. ഒരു വർഷം എന്തോ കാരണങ്ങളാൽ ആനകളെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അന്ന് ഉച്ചയ്ക്ക് ശേഷം തൃക്കണാമതിലകം ക്ഷേത്രത്തിൽ നിന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആനകൾ ഓടിയെത്തി എന്നാണ് ഐതിഹ്യം. ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് എല്ലാ വർഷവും ഗുരുവായൂർ അമ്പലത്തിലെ ഉത്സവം ആരംഭിക്കുന്നത് ആനയോട്ടത്തോടെയാണ്. ആനകൾ ഓടി വരുന്ന സമയത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ആനയോട്ടം നടത്തുന്നത്. ക്ഷേത്രത്തിൽ ആനയില്ലാതിരുന്ന കാലത്തെ ശിവലിയെ അനുസ്മരിപ്പിക്കുന്ന ആണ് ഉത്സവാരംഭ ദിവസത്തെ ആനയില്ല ശിവലി. രാവിലത്തെ ശിവലിക്ക് കേശാന്തി ഗുരുവായൂരപ്പൻ്റെ സ്വർണ്ണത്തിറമ്പ് കയ്യിലെടുത്ത് നടന്നാണ് 3 പ്രദക്ഷിണം വയ്ക്കുക. അന്നേ ദിവസം ആനയോട്ടം കഴിയുന്നവരെ ആനകൾ ക്ഷേത്ര പരിസരത്ത് വരരുത് എന്നും വ്യവസ്ഥയുണ്ട്. പറഞ്ഞില്ല കാൽപ്പമാർ ആയല്ലേ.